ആളുകൾ ഇതേ സമയം വരികയുണ്ടായി. അന്ന് ഒരുപക്ഷെ ഈ പോത്തൻകോട് അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന് കാണുവാൻ കഴിയാത്ത, വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വലിയ സമ്മോഹനമായ വേദിയായിട്ട് ശാന്തിഗിരി മാറുകയായി. നിങ്ങൾക്കറിയാം, ആശ്രമമെന്നും മുന്നോട്ട് വെക്കുന്നത് ബഹുസ്വരതയുടെ ശബ്ദമാണ്, മതേതരത്വത്തിൻ്റെ ശബ്ദമാണ്. നമ്മുടെ രാജ്യം മുന്നോട്ട് വെക്കുന്ന ആശയം തന്നെ ഈ മതസൗഹാർദ്ദമാണ്. ഒരു ആരാധനാലയത്തിലും അല്ലെങ്കിൽ ഒരു ദേവാലയത്തിലും കാണുവാൻ കഴിയാത്ത കൂട്ടായ്മയാണ് ഈ ആശ്രമത്തിൽ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സമയങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. 2010 നടന്ന ശാന്തിഗിരി ഫെസ്റ്റിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തത് മറ്റു മതങ്ങളിൽ നിന്നുള്ള ആളുകളായിരുന്നു. അതുതന്നെയാണ് ഈ ഫെസ്റ്റിനെ ഏറ്റവും ജനകീയമാക്കുന്നത്. ഇസ്ലാം മതസ്ഥരായ, ക്രിസ്തു മതവിശ്വാസികളായ, ഹിന്ദു സഹോദരന്മാരായ ആളുകളെല്ലാവരും ഒരു കുടക്കീഴിൽ ഒരു കാഴ്ചയുടെ മുന്നിൽ നിർനിമേഷരായി നിൽക്കുന്ന ഒരു വലിയ അനുഭവമായിരുന്നു ശാന്തിഗിരി ഫെസ്റ്റ്. എന്താണ് ഈ കാഴ്ചയുടെ ഉത്സവം മുന്നോട്ട് വെക്കുന്ന ആശയമെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് തികച്ചും മാനവികതയാണ്. അതിനെ മുൻനിർത്തിയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും നമ്മളിവിടെ ചെയ്യുന്നത്. അല്ലാതെ സാധാരണ നമ്മൾ കാണുന്നത് പോലെ മാത്രമായ ഒരു ഉത്സവമായി ഒരിക്കലും ഇത് പരിമിതപ്പെടുന്നില്ല. ഈ വർഷം നമ്മൾ വളരെ വിപുലമായ നിലയിൽ ഇതിനെ ആഘോഷിക്കുവാനായിട്ട് ഉദ്ദേശിച്ചിരുന്നു. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം നേരത്തെ ചെയ്തിരുന്നു. പക്ഷേ പൊടുന്നനെയുണ്ടായ വയനാട്ടിലുണ്ടായ വലിയ ദുരന്തം, ആ സമയത്ത് ഇത് മാറ്റിവെക്കുവാൻ പോലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. പക്ഷേ എല്ലാവരോടും പറഞ്ഞു പോയതുകൊണ്ടും ചില കമ്മിറ്റ്മെൻ്റൊക്കെ നടത്തിയിരുന്നത് കൊണ്ടുമാണ് പിന്നീടും ഇത് കഴിഞ്ഞതിന് ശേഷവും വീണ്ടും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നൊരു സ്ഥിതിവിശേഷം. അതിന് വലിയ നഷ്ടം, നമുക്കുണ്ടാകുന്ന നഷ്ടത്തേക്കാൾ ഉപരിയായി ഇതിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതിനകത്ത് പങ്കാളിത്തമുള്ള ആളുകളൊക്കെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ഈ നമ്മുടെ ഇവിടെ കാണുന്ന ക്രമീകരണങ്ങളിൽ പലതും അതൊക്കെ വലിയ വലിയ ആളുകൾ ചെയ്യുന്ന കാര്യമല്ല. ചെറിയ ചെറിയ ഈ ഉത്സവപ്പറമ്പുകളിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുവാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ ചേർന്ന് ചെയ്യുന്നൊരു കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സീസണുകളിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കൂ. അല്ലെങ്കിൽ മഴയോ അല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളിലോ ഒന്നും. നമുക്കറിയാം, കേരളം കഴിഞ്ഞ എത്രയോ നാളുകളായി ഇങ്ങനെയുള്ള ഉത്സവങ്ങൾക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾക്കോ അതിനുള്ള അവസരം പലപ്പോഴും ലഭിക്കാറില്ല. ഒരു കാര്യം മാറ്റിവെക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാര്യം നടത്താതിരിക്കുമ്പോഴോ അത് മുന്നിൽ നിന്ന് ചെയ്യുന്ന ആളുകളെക്കാൾ ഉപരിയായി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അനേകായിരങ്ങളുടെ ജീവിതവൃത്തിയാണ് അവിടെ ബുദ്ധിമുട്ടായി മാറുന്നത്. ആ സാഹചര്യത്തിൽ പലരും ആവശ്യപ്പെട്ടപ്പോഴാണ് വീണ്ടും ഫെസ്റ്റ് നടത്തുവാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നത്. പ്രധാനമായും നമുക്ക് വിസിബിളാകുന്ന കാര്യം ഈ പറയുന്ന പ്രകാശ വിന്യാസം തന്നെയാണ്. താമര പർണശാല ആ പ്രകാശ വിന്യാസത്തിൻ്റെ ഏറ്റവും മകുടോദാഹരണമായി. അതുകൊണ്ടാണ് അത് വലിയ ചർച്ചയായി മാറിയത്. വർഷങ്ങളോളം പിന്നീട് ഈ താമര പർണശാലയുടെ വർണ്ണവിന്യാസം രാജ്യാന്തര തലത്തിൽ വരെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം ചില സാങ്കേതികമായ തടസ്സങ്ങൾ മൂലം ഒരു ഇടിമിന്നലൊക്കെ വന്ന സമയത്താണ് അത് ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന ഉപകരണങ്ങളായി. അത് വന്ന സമയത്ത്, ഇടിമിന്നലുണ്ടായ സമയത്ത് അത് കംപ്ലൈൻ്റ് ആവുകയുണ്ടായി. പിന്നെ അത് ശരിയാക്കി എടുക്കുവാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഇതിനു വേണ്ടി പ്രത്യേകമായി ചെയ്തിരിക്കുന്ന
ലൈറ്റിൻ്റെ ക്രമീകരണങ്ങളാണ്. പർണശാലയിൽ മാത്രമല്ല, ഈ ആശ്രമത്തോട് കാണുന്ന നിങ്ങൾ ഈ ഫെസ്റ്റ് പ്രദേശത്ത് കാണുന്ന ഈ ജലസംഭരണി ഏതാണ്ട് 10 കോടി ലിറ്റർ വെള്ളം സൂക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഒരു മഴവെള്ള സംഭരണിയാണ്. ഈ പ്രദേശത്ത് വീഴുന്ന മഴയെ മൊത്തം ഇവിടെയാണ് ജലസംഭരണിയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ഗേറ്റ് നമ്പർ 3, അതായത് നമ്മുടെ ഈ പർണശാലയ്ക്ക് മുമ്പിൽ ഏതാണ്ട് 50 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ജലസംഭരണിയുണ്ട്. ഈ വർഷത്തെ 2019 ദേശീയ വാട്ടർ അവാർഡ് ഈ പദ്ധതിക്ക് ലഭിക്കുകയുണ്ടായി. 1999 ഹഡ്കോയുടെ അവാർഡ് ലഭിക്കുകയുണ്ടായി. ഈ മഴവെള്ള സംഭരണത്തെക്കുറിച്ച്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെയുള്ള വ്യാപകമായ ചർച്ചകളൊക്കെ നടക്കുന്ന ഇക്കാലത്തിന് മുമ്പ് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുവാൻ ആളുകൾക്ക് കഴിയാതിരുന്ന സാഹചര്യത്തിൽ നവജ്യോതി ശ്രീ കരുണാകര ഗുരു ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ്, ഗുരു നേരിട്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചൊരു പദ്ധതിയാണ് ഈ കരുണ ശുദ്ധജലം എന്ന പേരിൽ ആശ്രമത്തിന് മുമ്പിലുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭൗമശാസ്ത്രജ്ഞന്മാർ ജല നിക്ഷേപ, ജല സംഭരണ, ജലക്രമീകരണ രംഗത്തൊക്കെയുള്ള ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതിനെക്കുറിച്ച് പഠിക്കുവാനായി വിദ്യാർത്ഥികളാക്കിയിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ എത്തുകയുണ്ടായി. അപ്പോൾ പ്രധാനമായും ഇവിടെ മുന്നോട്ട് വെക്കുന്ന സന്ദേശം അതൊരു കാഴ്ചയുടെ മായിക പ്രപഞ്ചം സൃഷ്ടിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിൽ, എന്നാൽ ഉല്ലാസത്തിനും ആനന്ദത്തിനും സമാധാനത്തിനും ശാന്തിക്കുമൊക്കെയായി ഒരു ക്രമീകരണമാണ് ഇവിടെ ഈ അവസരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ 27-ാം തീയതിയാണ് ഈ ഫെസ്റ്റ് തുടങ്ങാനായിട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ ആ സമയത്ത് പല സ്ഥലത്തും ഫെസ്റ്റ് നടക്കുകയായിരുന്നു. കനകക്കുന്നിലൊക്കെ ഫെസ്റ്റ് നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഈ ഫെസ്റ്റിൽ ക്രമീകരണങ്ങൾ നടത്തേണ്ടുന്ന ആളുകൾക്ക് വരാൻ കഴിയാത്തത് കൊണ്ടാണ് 3-4 ദിവസത്തേക്ക് കൂടി ഇത് മാറ്റിവെച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഒക്ടോബർ 2-ാം തീയതി തന്നെ, ഗാന്ധി ജയന്തി ദിനത്തിൽ, ഈ ഫെസ്റ്റ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം 2010, 2012 കാലഘട്ടത്തിലൊക്കെ പ്രിൻ്റ് മീഡിയയുടെ വ്യാപകമായ സ്വാധീനമാണ് ഉണ്ടായിരുന്നത്. എല്ലാത്തിൻ്റെ അജണ്ട നിശ്ചയിച്ചിരുന്നത് പ്രിൻ്റ് മീഡിയയാണ്. ആ സമയത്ത് വിഷ്വൽ മീഡിയയുടെയും വലിയ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. വാർത്താ മാധ്യമങ്ങൾ പ്രധാനമായും വിഷ്വൽ മീഡിയ, പ്രിൻ്റ് മീഡിയ എന്നുള്ള നിലയിലുണ്ടായിരുന്ന സമയത്താണ് നമ്മളെല്ലാവരും ഈ ഫെസ്റ്റ് നടത്തുകയുണ്ടായി. പത്രങ്ങളിലും അതുപോലെ ദൃശ്യമാധ്യമങ്ങളിലും എല്ലാ ദിവസവും ശാന്തിഗിരി നിറഞ്ഞു നിന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ ഇവിടെ എത്തിച്ചേരുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പം നിങ്ങളെ എല്ലാവരെയും കൂടി വിളിച്ചിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്, നിങ്ങൾ പ്രധാനമായും വിഷ്വൽ മീഡിയയിൽ, എന്നാൽ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്ന ആളുകളാണ്. അതിൻ്റെ സ്വാധീനവും പ്രാധാന്യവുമൊക്കെ എനിക്ക് വളരെ നല്ലപോലെ അറിയാം. ഞാനും ചെറുതായിട്ടൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ സമൂഹത്തിൻ്റെ ചിന്തയുടെ, സമൂഹത്തിൻ്റെ ആശയങ്ങളുടെ, സമൂഹത്തിൻ്റെ പ്രധാനമായും അജണ്ട നിശ്ചയിക്കുന്നത് സോഷ്യൽ മീഡിയ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നൊരു സാഹചര്യമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ പുതിയ പുതിയ വെർഷൻസ് പലതായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ AI-യുടെയൊക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ പ്രായോഗികത നമ്മുടെ ഈ ഫെസ്റ്റിൽ പല സ്ഥലത്തായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് കാണുവാൻ പോകുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ആ ഒരു
നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷനെ ഞാൻ ഇത് ചെയ്യുന്നില്ല. എന്തായാലും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരുപോലെ ഇവിടെ വന്നതിലുള്ള സ്നേഹാദരങ്ങൾ ആശ്രമത്തിൻ്റെ അറിയിക്കുന്നു. ഈ ഫെസ്റ്റിൽ നിങ്ങളെല്ലാവരും സജീവമായി പങ്കെടുത്ത് ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ 2027 ഗുരുവിൻ്റെ 100-ാം ജന്മദിനമാണ്. അതിനു മുമ്പിലുള്ള ഒരു കർട്ടൻ റൈസർ പ്രോഗ്രാമായിട്ടാണ് ഞങ്ങൾ ഈ ഫെസ്റ്റ് അവതരിപ്പിക്കുന്നത്. അതും ഏതാണ്ട് പർണശാല സമർപ്പണം പോലെ അതിവിപുലമായ പരിപാടികളോടെയാണ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതും ഈ വേദിയിൽ തന്നെയാണ്. അതിവിടെ മാത്രമല്ല, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഗുരുവിൻ്റെ ജന്മഗൃഹമായ ചന്ദ്രൂരിലുമൊക്കെ, അതുപോലെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിലും, ആശ്രമത്തിൻ്റെ വേരുകളുള്ള വിദേശ രാജ്യങ്ങളിലും അതിനുള്ള കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു വിളംബരം പോലെയാണ് 2027 ഗുരുവിൻ്റെ 100-ാം ജന്മദിനത്തിൻ്റെ വിളംബരം പോലെയാണ് ഈ അവസരത്തിൽ ഫെസ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്യുന്നു. എന്തായാലും ഈ സമയത്ത് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റു വശങ്ങൾ അന്ന് ട്രിവാൻഡ്രത്ത് വെച്ച് കഴിഞ്ഞ മീറ്റിങ്ങിൽ അനൗൺസ് ചെയ്യുകയുണ്ടായി. എല്ലാ നന്മകളും നേരുന്നു. ഇതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് ഈ കാര്യങ്ങൾ ക്രമീകരണങ്ങൾ കൃത്യമായി നടത്തിയെടുക്കുവാൻ സാധിക്കാതെ വന്നൊരു സാഹചര്യത്തിലാണ് ഡേറ്റ് 4-5 ദിവസത്തേക്ക് മുന്നോട്ട് വെക്കേണ്ടി വന്നത്. അത് നേരത്തെ പറഞ്ഞല്ലോ, പല സ്ഥലത്തും ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ഫെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കനകക്കുന്നിൽ നേരത്തെ ഗവൺമെൻറ് ആഘോഷങ്ങളില്ല എന്ന് അറിയിച്ചിരുന്നു. ഗവൺമെൻറ് ആഘോഷങ്ങൾ നടത്തിയിരുന്നില്ല. പക്ഷെ കനകക്കുന്നിൽ ഫെസ്റ്റ് നടത്തുകയുണ്ടായി, കാർണിവൽ നടത്തുകയുണ്ടായി, കൾച്ചറൽ പ്രോഗ്രാംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയുണ്ടായി. അതുമാത്രമല്ല, കേരളത്തിലുടനീളം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ അവിടെ നിന്ന് എത്തിച്ചേരുവാൻ കഴിയാതിരുന്നൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ താമസിക്കുന്നൊരു സാഹചര്യത്തിലാണ് ഈ ഫെസ്റ്റ് 4-5 ദിവസത്തേക്ക് നീട്ടിവെക്കേണ്ടി വന്നത്. രണ്ടാം തീയതി 2-3 മന്ത്രിമാരെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. 1-2 കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 2-ാം തീയതി ഇതിൻ്റെ വിളംബരമായിട്ടാണ് നമ്മൾ നടത്തുന്നത്. 9-ാം തീയതി ബഹുമാന്യനായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് പോയ സമയത്ത് അദ്ദേഹത്തെ കാണുകയുണ്ടായി, ക്ഷണിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഈ ഒരാഴ്ച കേരളത്തിലില്ല. 9-ാം തീയതി ഇവിടെ 8-ാം തീയതി ഇവിടെ എത്തിച്ചേരുകയുള്ളൂ. വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇങ്ങോട്ട് വരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹമായിരിക്കും നമ്മുടെ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതൊക്കെ നടപ്പാക്കി. KSRTCയുടെ കാര്യം അവർ പറഞ്ഞു, സിറ്റിയിൽ നിന്നൊരു സാധാരണക്കാർക്ക് കൂടി വരാനായിട്ടൊരു സർവീസ്, അതിൻ്റെ റിക്വസ്റ്റ് കൊടുത്തു. പിന്നെ ഈ ലഹരി വിരുദ്ധ സംഭവത്തിന് എക്സൈസിൻ്റെ ഒരു സന്ദേശം ഫെസ്റ്റിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുത്തു. പിന്നെ പറഞ്ഞത് ഈ പോത്തൻകോടിൻ്റെ ഒരു ബ്ലോക്കിൻ്റെ കാര്യത്തിൽ സ്വാമി എന്ന് സജീവമായി ഇടപെടണം, ഗതാഗത മന്ത്രിയെയും ഇവിടുത്തെ മന്ത്രിയെയൊക്കെ കൂട്ടി ഒരു ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ചർച്ച ചെയ്യണമെന്നൊക്കെ പോത്തൻകോട് പ്രസ് ക്ലബിൻ്റെയും കൂടി ഒരു ആവശ്യമായിട്ട് അവർ നേരത്തെ നന്ദേട്ടനെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. എൻട്രി ഫീ കഴിഞ്ഞ 2 വർഷങ്ങളിലും കഴിഞ്ഞ 2 ഫെസ്റ്റിവലിലും നമ്മൾ എൻട്രി ഫീ വെച്ചിരുന്നില്ല. ഇപ്പോൾ ഇത് അന്ന് നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട്
ഇതുണ്ടായി. കാരണം ഇത്രയും ക്രമീകരണം, ഇതിൻ്റെ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് തന്നെ ഇപ്പോൾ 1 കോടി രൂപ തന്നെയാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും കൂടി നടക്കുന്നത്. പർണശാല പ്രത്യേകമായി ലൈറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഈ കോറി ഈ സ്ഥലം പ്രത്യേകമായി ലൈറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഇത് തന്നെ 35 ഏക്കറാണ് ഈ മൊത്തം സ്ഥലം. ഇവിടെ മൊത്തം ലൈറ്റപ്പ് ചെയ്യുന്ന ഇതിൻ്റെ ക്രമീകരണങ്ങൾക്കെല്ലാം കൂടി ലൈറ്റ് മാത്രമാണ് 1 കോടി രൂപ. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം കൂടി വരുമ്പോൾ നമുക്കൊരു 4-5 കോടി രൂപയുടെ ചിലവ് വരും ഇത് നടത്തി തീർക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്രാവശ്യം 100 രൂപ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എൻട്രി ഫീസായിട്ട് 100 രൂപ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് വരുന്ന സമയത്തുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഫീസ് ഒരു സ്ഥലത്തുനിന്ന് ഈടാക്കുന്നു. എല്ലാ സ്ഥലത്തും ഫ്രീ എൻട്രിയാണ് കൊടുക്കുന്നത്. 5 വയസ്സുള്ള 5-6 വയസ്സുള്ള കുട്ടികൾക്ക് ഇതിനകത്തുനിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. റൈഡുകളുടെ കൺഫർമേഷൻ എടുക്കണം, ഞാൻ പറയാം. അതിന് 1-2 സ്ഥലങ്ങളിലെ കാര്യങ്ങൾ തീരുമാനം ഉണ്ടാകുന്നുണ്ട്. അത് കൃത്യമായി ഞാൻ പറയാം. സിനിമാ താരങ്ങളെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ആരോടും ക്ഷണിച്ചിട്ടില്ല. പക്ഷേ കേരളത്തിൽ വെളിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കൊണ്ടുവരാനും, കേരളത്തിൽ വെളിയിൽ നിന്നൊക്കെ ആരെയൊക്കെ കൊണ്ടുവരാനും, കേരളത്തിലെ അവരുടെ തന്നെ പ്രശ്നങ്ങൾ അവർക്ക് ചർച്ച ചെയ്തും ഇത് ചെയ്തൊന്നും തീരുന്നില്ല. ഇപ്പോൾ വിളിക്കാൻ പോകുന്നത് തന്നെ അനുയോജ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. രാത്രി എത്ര മണി വരെയാണ് ഷോ? 10 മണി വരെയാണ് ഇവിടെ ഇതിൻ്റെ ഷോ ക്രമീകരിക്കുന്നത്. അവിടെ ആ ഗേറ്റ് നമ്പർ 1-ൻ്റെ അവിടെ ഒരു വലിയ വേദി ഉയർന്നിട്ടുണ്ട്. അവിടെ ഏതാണ്ട് 30 ദിവസങ്ങളിലും പ്രധാനപ്പെട്ട പരിപാടികളുണ്ട്. ഏഷ്യാനെറ്റ് തന്നെ 10 ദിവസത്തോളം അവരുടെ ഷോസ് ചെയ്യുന്നു. മലയാള മനോരമ അവരുടെ ഷോ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ 24 ന്യൂസ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് അവർ കൽപ്പാത്തി ഇപ്പോൾ ഒരു ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൽപ്പാത്തി ഉത്സവം വളരെ ട്രഡീഷണലായിട്ട് വലിയ ഫെസ്റ്റിവലാണ്. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ലാസ്റ്റത്തെ ദിവസങ്ങളിൽ അവരെത്തിച്ചേരും. അതുപോലെ മറ്റ് ചാനലുകളിലും അവരുടെ ഷോസ് ഇവിടെ വെച്ച് നടത്താനായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കലാകാരന്മാർ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അല്ലാതെ തന്നെ നമ്മുടെ ഈ ദിവസവുമുള്ള നമ്മുടെ കൾച്ചറൽ ഷോസിൽ, അതായത് ഇവിടെ ഈ ഷോസ് പ്രധാനമായിട്ടും പ്ലാൻ ചെയ്യാൻ തന്നെ കാരണമെന്ന് പറയുന്നത് ഈ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലും മറ്റ് ജില്ലകളിലുമൊക്കെ ഈ വേദികൾ അങ്ങനെ കിട്ടാൻ സാധിക്കാതെ പോകുന്ന ആളുകളുണ്ട്. ഇന്ന് തന്നെ ഒരു നാടൻ പാട്ടിൻ്റെ ഒരു വേദിയാണ് ഇപ്പോൾ നമ്മൾ ക്രമീകരിച്ചത്. ഇന്നലെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു, ഇന്ന് നാടൻ പാട്ടിൻ്റെ വേദിയാണ്. അപ്പോൾ ഇത്രയും വലിയ വേദി എന്ന് പറയുന്നത് എപ്പോഴും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. അപ്പോൾ അവസരങ്ങൾ കിട്ടാത്ത കലാകാരന്മാരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് അവരുടെ മുഖം ലോകത്തെ കാണിക്കാം. ഫെസ്റ്റിൽ 2010-ലും 2011-ലും ഒക്കെ അങ്ങനെ നമ്മൾ ചെയ്ത സമയത്ത് പിന്നീടൊക്കെ അവർ വലിയ പ്രോഗ്രാമൊക്കെ കിട്ടുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോടും ആവശ്യപ്പെടുന്നത്, നിങ്ങൾക്കുമൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആളുകൾക്കൊക്കെ, അവസരമില്ലാത്ത ആളുകൾക്ക്, കഴിവുള്ള ആളുകൾക്ക് ഒക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സമീപിച്ചാൽ അവർക്കൊക്കെ ഈ ദിവസങ്ങളിൽ ഈ വേദി ഇവിടെ സൗജന്യമായി കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാണ്. അപ്പോൾ അത് ആണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് കൂടിയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മളിപ്പോൾ ഇവിടെ ഒരു വെജിറ്റബിൾ ഒരു സ്റ്റോറും ഒരു റെസ്റ്റോറൻറ്റും കൂടിയുണ്ട്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും ആളുകൾ വരുന്നത് ശാന്തിഗിരിയുടെ ഉൽപ്പന്നങ്ങളൊക്കെ തേടിയാണ്. ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു വിപണന കേന്ദ്രം കൂടിയാണ് അത്. അവരവരുടെ വീടുകളിലൊക്കെ ഈ ഓരോ സാധനങ്ങൾ കൃഷി ചെയ്ത് അതൊക്കെ ഇവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് വാങ്ങുന്നത് ഇത് വലിയ ട്രാഫിക്കായിട്ടുള്ള റോഡായിരുന്നു. ഈ റോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ നമ്മൾ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രദർശന മേള ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ 2-3 ഏജൻസികളുമായിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് നടന്നാലും ഇല്ലെങ്കിലും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാനും അത് റീസണബിളായിട്ടുള്ള നിരക്കിൽ നാടൻ പച്ചക്കറികൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വിൽക്കാനുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഫെസ്റ്റ് കൊണ്ട് ഈ നാട്ടുകാർക്ക് എന്ത് നേട്ടമെന്ന് ചോദിച്ചാൽ ഒരുപാട് നേട്ടമുണ്ട്.
വിവരണാതീതമായിട്ടുള്ള നേട്ടങ്ങൾ. അപ്പോൾ അത് ഓരോരോ കാര്യങ്ങൾ, ഒരു എഡ്യൂക്കേഷൻ ഫെസ്റ്റ് ഉണ്ട്. ഈ പ്രദേശത്തുള്ള സ്കൂളുകളിലുള്ള കുട്ടികളെ, ബഹുഭൂരിപക്ഷം ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി മത്സരങ്ങൾ നടത്തുക, അവർക്ക് സമ്മാനം കൊടുക്കുക, അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അതൊക്കെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വിവിധ ഇനങ്ങൾ ഇതിനകത്ത്, പ്രത്യേകിച്ചും വിദ്യാഭ്യാസവും കായികമായ മത്സരങ്ങൾ. ഇവിടെ ടർഫൊക്കെ നമ്മുടേതല്ല, പക്ഷേ ഇതൊരു ഇവിടെയുള്ള പോത്തൻകോട് ഇവിടെയുള്ള ഒരു ടീമാണ് അവിടെ ഒരു ടർഫ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇൻ്റർ സ്കൂൾ ഫുട്ബോൾ മാച്ചൊക്കെ അറേഞ്ച് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രധാനമായിട്ട് ഇത് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഞാനത് പറയാൻ വിട്ടുപോയി. 2010 ഈ റോഡ് തുടങ്ങുന്ന സമയമാണ് ഈ ബൈപ്പാസ്. അന്ന് ഉണ്ടായ ട്രാഫിക്കിൻ്റെ ഒരു 20-30 ഇരട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ട്രാഫിക്. അതാണ് ഇപ്പോൾ മഹേഷ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ട്രാഫിക് പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മളൊക്കെ തന്നെയാണെങ്കിലും ഇവിടുന്ന് പോത്തൻകോട് കടന്നു കിട്ടാൻ പലപ്പോഴും പീക്ക് ടൈമിൽ ചിലപ്പോൾ മണിക്കൂറുകളോളം എടുക്കാറുണ്ട്. ഞാൻ ഈ ലക്ഷ്മീപുരമൊക്കെ വഴി പോത്തൻകോട് മേലേമുക്ക് വഴിയൊക്കെ അങ്ങ് പോകാറുണ്ട്, പോത്തൻകോട് ചെല്ലാതെ. കാരണം ഇവിടെ വരെ ബ്ലോക്കായി. അപ്പോൾ ഈ ട്രാഫിക് ഗതാഗത കുരുക്കുകൾ പരിഹരിക്കുന്നതിന് ഒരുപാട് സംവിധാനങ്ങൾ ഗവൺമെൻറ് ആവിഷ്കരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതൊന്നും അതിന് പരിപൂർണമായ പരിഹാരം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നില്ല. പക്ഷേ അത് ആ കാര്യത്തിൽ ഫെസ്റ്റ് കൂടിയാകുമ്പോൾ അത് കുറച്ചുകൂടി രൂക്ഷമാകും. 2010 ഫെസ്റ്റ് നടന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ നമ്മുടെ വെട്ട് റോഡിൽ നിന്ന് നടന്ന ഇവിടം വരെ പോത്തൻകോടേക്ക് ഒരു ബൈക്ക് വിളിച്ചു വരുത്തി അവിടെ നിന്ന് ബൈക്കിൽ കയറി നമ്മുടെ ഈ പറയുന്ന പോലെ ആ ഗോകുലം മെഡിക്കൽ കോളേജിൻ്റെ അവിടെ വരെയൊക്കെ ബ്ലോക്ക് ആകുന്ന സാഹചര്യമുണ്ട്. ഇപ്രാവശ്യം എങ്ങനെയായി തീരുമെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിയില്ല. എന്നാൽ തന്നെയും മാക്സിമം പോലീസിൻ്റെയും അതുപോലെ മറ്റേ ട്രാഫിക്കിൻ്റെയും ഒക്കെ സംവിധാനം വെച്ചുകൊണ്ട് ഇതിനെ ക്രമീകരിക്കുവാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. കുറേയൊക്കെ ഡൈവേർഷൻ, അതായത് MC വഴി നമ്മുടെ കേശവാസപുരത്തേക്ക് ഇവിടുന്ന് അങ്ങോട്ട് വെമ്പായൊക്കെ വഴിയുള്ള ഡൈവേർഷനെ കുറിച്ചൊക്കെ അവരാലോചിക്കുന്നുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. ശരി, ടിക്കറ്റ് സംവിധാനം ഗേറ്റ് നമ്പർ 1 ഗേറ്റ് നമ്പർ 1 കയറിയാൽ പിന്നെ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ ആളുകൾക്ക് ഇറങ്ങാൻ സാധിക്കൂ. അത്രയുമുള്ള ക്രമീകരണം. അതായത് എല്ലാ സ്റ്റാളുകളുടെയും മുമ്പിലൂടെ ആളുകൾക്ക് പോകാവുന്ന രീതിയിൽ. നമുക്കിപ്പോൾ സാധാരണ ഇതുപോലുള്ള ഫെസ്റ്റുകളൊക്കെ നടക്കുന്ന സമയത്ത് എന്താണ്, സ്റ്റാളുകൾ ഒരു സ്ഥലത്തായിരിക്കും, ഇതുപോലെയുള്ള മറ്റുള്ള ക്രമീകരണങ്ങളൊക്കെ മറ്റൊരു സ്ഥലത്തായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് കുറേ ആളുകൾ കയറും. ഈ പാവപ്പെട്ട ആളുകളൊക്കെ ഈ സ്റ്റാളുകളിട്ടതിൻ്റെയൊക്കെ നോക്കുകൂത്തികളെ പോലെ ഇരിക്കുന്നത് കാണും. ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത് ഈ ഗേറ്റ് നമ്പർ 1 കടന്നാൽ പിന്നെ ഒരു നക്ഷത്രവനം, ഇവിടെ തന്നെ 2010 തന്നെ ഡെവലപ്പ് ചെയ്തൊരു നക്ഷത്രവനമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഈ മെയിൻ വേദിയുടെ മുമ്പിലൂടെ വരുമ്പോൾ ഈ ഏഷ്യാനെറ്റിൻ്റെ ഒരു സ്റ്റുഡിയോ തന്നെ, ഒരു വലിയ ക്രമീകരണങ്ങളാണ് അതിനകത്ത് ഇത് ചെയ്തിരിക്കുന്നത്. കനകക്കുന്നിലുണ്ടായിരുന്നു. അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവരിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ടൊരു 20,000 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു പുഷ്പമേള അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കണ്ടുവരുമ്പോൾ പിന്നെ ഒരു എഡ്യൂക്കേഷൻ ഫെസ്റ്റ്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു ഫെസ്റ്റ്. അത് കഴിഞ്ഞിട്ടൊരു പെറ്റ് ഷോ പോലെ അവിടെ സൗകര്യമുണ്ട്, അത് ഗേറ്റ് നമ്പർ 1 ചേർന്ന്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഗ്രൗണ്ടിലാണ് ഈ കാർണിവലിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതും കയറി വരുമ്പോൾ പിന്നീട് ജലസംഭരണിയുടെ ഒരു വലിയ കാഴ്ച, അവിടെ ലൈറ്റ് ഹൗസൊക്കെ ഉണ്ടാക്കി വെച്ചത്, അത് 2010 തയ്യാറാക്കിയതാണ്. ആ ജലസംഭരണിയുടെ കാഴ്ച, അതിനകത്തൊരു വാട്ടർഫാൾസ് വരുന്നുണ്ട്. അതായിട്ടില്ല, അത് വരും. നേരത്തെ നമ്മൾ പർണശാല സമർപ്പണത്തിന് അതിന് ഒരു വാട്ടർഫാൾസ് ഉണ്ട്. അതൊരു കൃത്രിമമായ വാട്ടർഫാൾസ് ആയിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോൾ ഈ ഇന്ത്യയുടെ പരമ്പരാഗതമായ ചികിത്സാ സമ്പ്രദായങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു ആയുർവേദ, സിദ്ധ, ഹോമിയോ അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ഒരു വലിയ ക്രമീകരണമുണ്ട്. ഒരു പ്രസൻറ്റേഷനാണ്,
അവിടുന്ന് വരുമ്പോൾ ഒരു ഹാപ്പിനെസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയതായിട്ട്, അതായത് ഈ തിരുവനന്തപുരത്തെ ആളുകൾക്ക് ഈ തിരക്കുകളിൽ നിന്നൊക്കെ മാറി പ്രധാനമായിട്ട് ഇവിടെ വന്നിരിക്കാൻ, ദിവസവും വന്നിരിക്കാൻ കഴിയുന്ന ഒരു കാര്യം. സാധാരണ ദിവസങ്ങളിൽ തന്നെ 10,000-ഓളം ആളുകൾ ദിവസേന സന്ദർശകരായിട്ടുണ്ട്. വീക്കെൻഡിലൊക്കെ അത് ഒരുപാട് കൂടുന്നുണ്ട് പബ്ലിക്. അപ്പോൾ അവർക്കൊക്കെ സ്വസ്ഥമായി വന്നിരിക്കുവാൻ കഴിയുന്നൊരു ഹാപ്പിനെസ് ഗാർഡൻ, സന്തോഷത്തിൻ്റെ ഉദ്യാനം എന്ന് പറയുന്ന പേരിലൊരു കാര്യം ക്രമീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ISRO, ഡിഫൻസ്, പിന്നെ മിലിറ്ററി, മറ്റുള്ള ഫോഴ്സുകൾ, അവരുടെയൊക്കെ ഒരു സ്റ്റാളുകൾ, അങ്ങനെയാണ്. പിന്നെ അതിനിടയ്ക്ക് കുറേ എനിക്ക് മിസ്സിങ് ആയ കുറേ സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് വലിയൊരു ഫുഡ് കോർട്ടുണ്ട്. അതായത് കേരളത്തിലെ ഏറ്റവും വലിയൊരു വെജിറ്റേറിയൻ ഫുഡ് ഫെസ്റ്റ് നടത്തുന്ന ഒരു കാര്യമായിട്ടാണ് അതിനൊക്കെ ക്രമീകരിക്കുന്നത്. കാരണം ഇവിടെ നമുക്കറിയാം ആശ്രമമായതുകൊണ്ട് നോൺ വെജിറ്റേറിയൻ ഒന്നും പാടില്ല. അപ്പോൾ വെജിറ്റേറിയൻ്റെ വിവിധങ്ങളായിട്ടുള്ള വൈവിധ്യങ്ങൾ അവിടെ അത് തന്നെ ഒരു വലിയൊരു അനുഭവമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ സ്പിരിച്വൽ സോണിനുള്ളിലേക്ക്, അതായത് ഗേറ്റ് നമ്പർ 3 കടന്ന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ജലസംഭരണി കണ്ട കരുണാശുദ്ധേലം എന്ന് പറഞ്ഞിട്ട് അത് അത് ലൈറ്റപ്പ് ചെയ്യുന്നുണ്ട് നല്ലപോലെ. അത് കഴിഞ്ഞിട്ടാണ് ഈ സ്പിരിച്വൽ സോൺ കടന്ന് ഗുരുവിൻ്റെ ഉദ്യാനം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വലിയ ഗാർഡൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതും കണ്ടു കഴിഞ്ഞിട്ട് ഈ സ്പിരിച്വൽ സോണിനുള്ളിൽ നിന്നാണ് ആളുകൾ പുറത്തേക്ക് പോകുന്നത്. പിന്നെ ഒരു 6-7 സ്ഥലങ്ങളിൽ ട്രാഫിക്കിൻ്റെ ക്രമീകരണങ്ങൾ, ഈ പാർക്കിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പോത്തൻകോട് സ്റ്റുഡിയോയുടെ അപ്പുറത്ത് ഒരു വലിയ ഗ്രൗണ്ടുണ്ട്, ഒരു ഡോക്ടർ സ്ഥലമാണ്, അദ്ദേഹം അത് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ പണികൾ നടക്കുന്നു. ഒരു 10-500 കാറുകൾ അവിടെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആശ്രമത്തിൻ്റെ തന്നെ ഹെൽത്ത് കെയർ കോംപ്ലക്സ് ഈ ഇവിടേക്ക് വരുന്നതിന് മുമ്പായിട്ട്, ഈ ഗേറ്റ് നമ്പർ 1 മുമ്പായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെയൊക്കെ അവിടെ ഒരു 10-500 വണ്ടിക്ക് ഇത് ചെയ്യാൻ കഴിയും. പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ പൂലന്തര കഴിഞ്ഞ് വരുമ്പോൾ ഒരു 4 സ്ഥലങ്ങൾക്ക് പാർക്കിങ്ങിൻ്റെ ക്രമീകരണം ഇത് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു 10-2000 വണ്ടികൾ ഇത് ചെയ്യും. അങ്ങനെ ഒരു 10,000-5000 വാഹനങ്ങൾ അതിനുള്ള പാർക്കിങ്ങൊക്കെ ഫ്രീ ആയിട്ടാണ് വരുന്നത്. 10,000 വാഹനങ്ങൾ ഒരേ സമയത്ത് ഇത് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളുണ്ട്. എന്നാലും വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായിരിക്കും. അപ്പം റോഡുകളിലും റോഡുകളിലും ഒക്കെ ആയിട്ട് അതിനുള്ള വിപുലമായ സെക്യൂരിറ്റി സംവിധാനം ആശ്രമത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ക്രമീകരണം നടത്തുന്നത്. You are watching India's first NGO television, Malanad TV India.